സുസ്ഥിര വികസനം എന്ന വാക്ക് നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. അതിൻ്റെ കൂടെ നാം അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് സുസ്ഥിര ഉപഭോഗവും സുസ്ഥിര ഉൽപ്പാദനവും. എന്താണ് സുസ്ഥിര ഉപഭോഗം, എന്താണ് സുസ്ഥിര ഉൽപ്പാദനം, എന്താണ് സുസ്ഥിര വികസനം എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. സുസ്ഥിര ഉപഭോഗം എന്നാൽ എന്ത് എന്നാണ് നാം ആദ്യം നോക്കുന്നത്. പരിസ്ഥിതിക്കുള്ള ആഘാതം പരമാവധി കുറച്ചുകൊണ്ടുള്ള സാധന സേവനങ്ങളുടെ ഉപഭോഗമാണ് സുസ്ഥിര ഉപഭോഗം എന്നറിയപ്പെടുന്നത്. ഭാവി തലമുറയ്ക്ക് വേണ്ടതെല്ലാം കരുതി വെച്ചുകൊണ്ടുള്ള വിഭവങ്ങളുടെ ഉപയോഗവും പുനരുപയോഗക്രമവുമാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. പരിസ്ഥിതിക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ പരമാവധി കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഉപഭോഗ രീതിയാണ് ഈ സുസ്ഥിര ഉപഭോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം സാധന സേവനങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ പരിസ്ഥിതിക്ക് പരമാവധി ദോഷം കുറയുന്ന രീതിയിലുള്ള ഉപഭോഗ രീതി നാം പിന്തുടരണം എന്നാണ് സുസ്ഥിര ഉപഭോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുസ്ഥിര ഉപഭോഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു ആശയമാണ് സുസ്ഥിര ഉൽപ്പാദനം. പ്രകൃതി വിഭവങ്ങളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും ചൂഷണവും ദുരുപയോഗവും പരമാവധി കുറച്ചുകൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് സുസ്ഥിര ഉൽപ്പാദനത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം. അഥവാ പ്രകൃതി വിഭവങ്ങളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും ചൂഷണവും ദുരുപയോഗവും പരമാവധി കുറച്ചുകൊണ്ടുള്ള ഒരു ഉൽപ്പാദന രീതിയാണ് സുസ്ഥിര ഉൽപ്പാദനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് നിലവിലുള്ള ആളുകളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായി വിഭവങ്ങൾ അമിതമായി ചൂഷണം ചെയ്യുന്നതും ദുരുപയോഗവും തടഞ്ഞുകൊണ്ട് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് സുസ്ഥിര ഉൽപ്പാദനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുസ്ഥിര ഉൽപ്പാദനത്തിന് മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ട്. അതാണ് വിഭവങ്ങളുടെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെ പരിസ്ഥിതിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരമാവധി കുറയ്ക്കുക. രണ്ടാമത്തെ ലക്ഷ്യമാണ് വിഭവങ്ങളുടെ പുനരുൽപ്പാദന സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുക. മൂന്നാമതായി പറയുന്നത് ഉൽപ്പാദനത്തിലൂടെയും ഉൽപ്പന്നങ്ങളുടെ പുനരുപയോഗത്തിലൂടെയും ആവശ്യമായ എല്ലാ സാധനങ്ങളും പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക. സുസ്ഥിര ഉൽപ്പാദനത്തിൻ്റെ നാലാമത്തെ ലക്ഷ്യമാണ് ഊർജ സംരക്ഷണം പരമാവധി ഉറപ്പുവരുത്തുക എന്നുള്ളത്. അതുകൂടാതെ മറ്റൊരു ലക്ഷ്യം കൂടി പറയപ്പെടുന്നുണ്ട്. സുരക്ഷിതമായ തൊഴിലിടവും തൊഴിലാളികളുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. ഈ ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം ഉൽപ്പാദനം നടത്തേണ്ടത് എന്നാണ് സുസ്ഥിര ഉൽപ്പാദനത്തിൽ പറയപ്പെടുന്നത്. സുസ്ഥിര ഉപഭോഗവും സുസ്ഥിര ഉൽപ്പാദനവും സുസ്ഥിര വികസനം എന്ന ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സുസ്ഥിര വികസനം എന്നാൽ ഭാവി തലമുറയുടെ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് നിലവിലുള്ള തലമുറയുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുക. പരിസ്ഥിതിക്ക് ഭീഷണിയാവും വിധമുള്ള അമിതമായ പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണത്തെ ഈ ആശയം നിരുത്സാഹപ്പെടുത്തുന്നു. ഭാവി തലമുറയുടെ അവകാശങ്ങളും ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് നിലവിലുള്ള സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതാണ് സുസ്ഥിര വികസനം. ആധുനിക കാലത്ത് നമുക്ക് വികസന പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. ഈ ഓരോ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്ന സമയത്തും പരിസ്ഥിതിക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ പരമാവധി കുറച്ചുകൊണ്ടുള്ള ഒരു വികസന രീതിയാണ് സുസ്ഥിര വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു രീതിയാണ് സുസ്ഥിര വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാവി തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ അന്നും പൂർത്തീകരിക്കാൻ പറ്റണം. നമ്മുടെ ആവശ്യങ്ങൾ ഇന്നും പൂർത്തീകരിക്കാനായിട്ട് സാധിക്കണം. ഭൂമിയിലെ വിഭവങ്ങളെല്ലാം പരിമിതമാണ്. അത് അമിതമായി നാം ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ ഭാവി തലമുറയ്ക്ക് അവ ലഭിക്കാതെ വരും. അതുകൊണ്ട് തന്നെ ഭാവി തലമുറയുടെ അവകാശങ്ങളും ആവശ്യങ്ങളും അംഗീകരിച്ച് നമുക്ക് നിലവിലെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കണം. സുസ്ഥിര വികസനത്തിന് ഏകദേശം 17 ലക്ഷ്യങ്ങളാണ് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെക്കുന്നത്. 2030 ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ 2015 സുസ്ഥിര വികസനത്തിന് 17 ലക്ഷ്യങ്ങൾ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ചത്. പരിസ്ഥിതിക്കും മറ്റ് ജീവജാലങ്ങൾക്കും ആഘാതമേൽപ്പിക്കാത്ത ഒരു വികസന സമീപനമാണ് സുസ്ഥിര വികസനം മുന്നോട്ട് വെക്കുന്നത്. വിഭവങ്ങളുടെ ചൂഷണം നിയന്ത്രിച്ചുകൊണ്ടും
പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കുറച്ചുകൊണ്ടും കൈവരിക്കുന്ന വികസനത്തെയാണ് സുസ്ഥിര വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.